ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബൊഗെയിൻവില്ല പ്ലാന്റ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. നമ്മുടെ പ്ലാന്റ്സിലൊന്നും ഇതുവരെയും പൂക്കളൊന്നും ആയില്ലെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ചെറിയ ചെറിയ ടിപ്സുകൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കൂടാതെ നമുക്ക് സെയിലിനായിട്ടുള്ള ഹൈബ്രിഡ് ഇനം ബൊഗെയിൻവില്ല പ്ലാന്റ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഹവായി റെഡ്. കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയേ, അതിൻ്റെ പൂക്കൾ ആ നിറം കണ്ടില്ലേ. പിന്നെ ആ വേരിയേറ്റഡ് ലീവ്സും ആ റെഡ് ഫ്ലവറും കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ നല്ല എടുപ്പാ ചെടിക്ക്. കണ്ടോ എന്ത് നല്ല ഭംഗിയില്ലേ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ നമ്മൾ ഇതുപോലെയുള്ള റിംഗ് സ്റ്റാൻഡ് ഞാൻ മേടിച്ചതാണേ. അപ്പോൾ അതിൻ്റെ വിലയൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് ഇതുപോലെ ഗ്രില്ലിലോ അതുപോലുള്ള ഏരിയയിലൊക്കെ നമുക്ക് മതിലിലോ ഒക്കെ നമുക്ക് ഹാങ് ആയിട്ടിങ്ങനെ അത് വെച്ചിട്ട് അതിൽ നമുക്ക് ചട്ടി ഇതുപോലെ വെച്ച് കൊടുക്കാൻ പറ്റും. കണ്ടോ കണ്ടോ നല്ല വലിപ്പവും നല്ല വിസ്താരമൊക്കെ ഉള്ള റിങ്ങാണേ. നമ്മുടെ സൺറൈസ് വൈറ്റ് കണ്ടോ നിറയെ പൂക്കളൊക്കെ മുട്ടുകളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നേ. ഇനിയിപ്പം നമ്മുടെ ചെടികളെല്ലാം നിറഞ്ഞ് പൂക്കേണ്ട സമയമായി. മഴയൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുക. എന്നാലും ചിലപ്പോൾ ഇടയ്ക്കെങ്ങാനും ഒരു മഴയൊക്കെ പെയ്യാൻ സാധ്യതയുണ്ട്. എന്നാലും നമ്മുടെ ചെടികളെല്ലാം പൂക്കും. വെയിലത്ത് തന്നെ നമ്മൾ വെച്ചിരുന്നാൽ മതിയേ. നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെ നമ്മൾ വെക്കുക. മഴയും കൊണ്ടോട്ടെ കുഴപ്പമില്ല, എന്നാൽ നമ്മുടെ ചെടിക്ക് ആവശ്യമായ സൺലൈറ്റ് അവിടെ കിട്ടും. അപ്പം നിറയെ പൂക്കുകയും ചെയ്യും. നമ്മുടെ ഫൈറോപ്പാൽ കണ്ടോ നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ പൂക്കൾ കാണാൻ. അതുപോലെ റൂബി റെഡ് കണ്ടോ പൂവൊക്കെ ആയി തുടങ്ങി വരുന്നു. പിന്നെ നമ്മുടെ പർപ്പിൾ ക്യൂനുണ്ട് കണ്ടോ. മഴ സമയത്തും പൂവിടുന്ന ചെടികളാണേ. പിന്നെ ഇതാണ് നമ്മുടെ 21 ജൂൾസ് പിങ്ക് കണ്ടോ. 21 ജൂൾസ് പിങ്ക് ഉണ്ട്, അതുപോലെ പീച്ചുണ്ട്, റെഡുണ്ട്. ഇതിൻ്റെയൊക്കെ സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണേ. ഇതിങ്ങനൊന്നും അല്ല ഇതിൻ്റെ പൂക്കൾ കേട്ടോ. ഇപ്പോൾ പൂ തുടങ്ങിയതേ ഉള്ളൂ. നിറഞ്ഞ് ഇത് പൂക്കളുണ്ടാവും. ഇതിൻ്റെ ഈ എൻഡ് ഭാഗത്തായിട്ടുണ്ടല്ലോ കുറേ തിക്കായിട്ട് ഇങ്ങനെ പൂക്കൾ വന്നുകൊണ്ടിരിക്കും. കണ്ടോ നിറയെ മുട്ടുകളാണ് സൺറൈസ് വൈറ്റ് പ്ലാന്റ്. പിന്നെ കണ്ടില്ലേ ഇത് കണ്ടോ, ഇത് വീര പിങ്ക് ആണേ. 21 ജൂൾസിൻ്റെ പീച്ച് കണ്ടോ. ഇതൊക്കെ നമ്മുടെ ഈ സെയിലിനായിട്ടുള്ള പ്ലാന്റ് ആണേ. നല്ല വലിപ്പമൊക്കെ ഉള്ള പ്ലാന്റുകളൊക്കെ തന്നെയാണേ. കണ്ടോ ഇതിൻ്റെ ലീവ്സാണ് വേരിയേറ്റഡ് ആണ്. അതിൻ്റെ റെഡാണേ. ഇതിലെല്ലാം പൂക്കളായി തുടങ്ങി. ഇതൊക്കെ സെയിലിനായിട്ടുള്ളതാണ് കണ്ടോ. 21 ജൂൾസിൻ്റെ റെഡ്. ഇത് ഹവായിയുടെ യെല്ലോ ആണേ. ഇതിൽ പൂക്കളായി വരുന്നതേ ഉള്ളൂ. പക്ഷേ ഹാങ്ങിങ്ങിനൊക്കെ പറ്റിയ പ്ലാന്റാണ് ഈ ഹവായിയുടെ പ്ലാന്റുകൾ. നല്ല ഭംഗിയാണ്, ഇങ്ങനെ ഹാങ് ആയിട്ട് കിടക്കും. കണ്ടോ നമ്മുടെ കിങ് ഓറഞ്ച് ആണേ. ഇതിപ്പോൾ ഈ കളറൊന്നും അല്ല, ഇച്ചിരി കൂടെ നല്ല കളറാകും. ഇച്ചിരി സൂര്യപ്രകാശം കുറവായതുകൊണ്ടാണേ. അതുപോലെ കണ്ടോ 21 ജൂൾസ് പീച്ച്. 21 ജൂൾസിൻ്റെ പീച്ച് കണ്ടോ നല്ല ഭംഗിയുള്ള കളറാണേ. ഇതുപോലെ പൂക്കളൊക്കെ ആയ ചെടികളാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങളുടെ ചെടിയിൽ ഇതുവരെയും പൂക്കളായിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാമേ. ഇലകൾ കൂടുതലായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആ ഇലകളൊക്കെ ഒന്ന് നുള്ളി കൊടുക്കുക. കുറേ ഇലകൾ നമ്മളങ്ങ് നുള്ളി മാറ്റി കഴിയുമ്പോൾ തന്നെ പൂക്കളാവും. നല്ല ഡയറക്റ്റ് സൺലൈറ്റ് അല്ല 8 മണിക്കൂറെങ്കിലും സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ നമ്മൾ ചെടി വെച്ച് കൊടുക്കുക. പിന്നെ വെള്ളം നമ്മൾ ഒത്തിരി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പം മഴയത്താണല്ലോ നമ്മുടെ പ്ലാന്റ് ഓൾറെഡി ഇരിക്കുന്നത്. അപ്പോൾ മഴയില്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ വെള്ളം നനയ്ക്കാമെന്നോർത്ത് നനയ്ക്കരുത്. നമ്മൾ 2 ദിവസമൊക്കെ കൂടി വെള്ളം നനച്ചു കൊടുക്കുക. വെള്ളം കൂടുതലായാൽ പൂക്കളിടത്തില്ല. അടുത്തത് നമ്മൾ 10 ദിവസം കൂടി നമ്മൾ വളങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ചെടികളുണ്ടല്ലോ നിറയെ പൂക്കളാവും. പിന്നെ വളങ്ങളൊക്കെ ഏതൊക്കെ വളങ്ങളാണ് കൊടുക്കേണ്ടത്, ഏതൊക്കെ സമയത്ത് ഏതൊക്കെ വളങ്ങൾ കൊടുക്കുക, ഇതൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. കണ്ടോ ഇതുപോലെ പൂക്കളൊക്കെ ആയി വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളാണ് നമ്മൾ സെയിലിനായിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വിലയൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ഫോട്ടോയൊക്കെ ഇട്ട് തരാം പ്ലാന്റ്സിൻ്റെ. അപ്പോൾ ചട്ടിയിൽ ചെടി ബുഷായിട്ടൊക്കെ നിൽക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ നാമ്പുകളൊക്കെ ഉണ്ടല്ലോ ഒന്ന് നുള്ളി കൊടുക്കുക.
അപ്പോൾ നല്ല ബുഷായിട്ട് ചെടി വളർന്നു വരുമേ. അല്ലെങ്കിൽ നീണ്ടങ്ങ് പോവും. അപ്പോൾ നമ്മൾ എൻഡൊക്കെ ഒന്ന് നുള്ളി കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരത്തെയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഈ വീഡിയോ ഇവിടെ നിർത്തുവാണേ. അപ്പോൾ ലൈക്ക്, കമൻറ്റ്, ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു. അപ്പോൾ റിങ്ങിൻ്റെ വില 4 എണ്ണത്തിന് 1400 രൂപയാണേ.